ഹലോ, ഗുഡ് മോർണിംഗ്. എൻ്റെ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിതാ എണീറ്റ് ഫ്രഷായി മുടിയൊക്കെ കെട്ടി ഇച്ചിരി മൊഞ്ചായിട്ട് കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. ആദ്യം തന്നെ ചായ വെച്ചിട്ടുണ്ട് കേട്ടോ. ചായ വെച്ചിട്ടാണ് എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ. അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർക്കുന്നത്, ബോട്ടിൽ ചായപ്പൊടിയൊക്കെ തീർന്നിരിക്കുകയാണ്. ഇന്നലെ ഗ്രോസറി ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവുമായിരിക്കും അല്ലേ. അപ്പോൾ അതിൽ പച്ചക്കറികൾ മാത്രമേ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാം അങ്ങനെ തന്നെ കിടക്കുകയായിരുന്നു. ഇപ്പം അറിയാലോ, കുട്ടികൾക്ക് എക്സാമൊക്കെ ആണ്. അപ്പോൾ ഈവനിങ് ടൈം ഭയങ്കര ബിസിയാണ് കേട്ടോ. അവർക്ക് ഓൾറെഡി റെഗുലറായിട്ട് നടക്കുന്ന ട്യൂഷൻ ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യണം. പിന്നെ എക്സാം ആണല്ലോ, ഇപ്പോൾ എല്ലാവർക്കും ഓണത്തിൻ്റെ എക്സാമാണ്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസ് ചെയ്യിക്കണം. പിന്നെ എനിക്ക് ഉറക്കം വന്ന് പിന്നെ അതാ പോയി ബെഡിലങ്ങ് ചത്ത് കിടന്നുറങ്ങി കേട്ടോ. ഇന്ന് ഞാൻ ദോശയും ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന്. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ഞാനായിട്ട് ബാറ്റർ ഉണ്ടാക്കിയിട്ട് ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കിയത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇഡ്ഡലി ഉണ്ടാക്കിയത് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ടാമത്തെ ദിവസമാണ് ഞാൻ ദോശ ഉണ്ടാക്കിയത്. രണ്ടാമത്തെ ദിവസം ഉണ്ടാക്കിയത് കൊണ്ടാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല, അത് ഫ്ലോപ്പായിപ്പോയി. പിന്നെ എനിക്കൊരു പരീക്ഷണത്തിന് തീരെ താല്പര്യമില്ലാണ്ടായി ഞാൻ ദോശമാവ് വാങ്ങിപ്പിച്ചു. ദോശമാവ് എന്താ പറയുക, ദോശ കഴിക്കാൻ താല്പര്യം ഇവിടെ എല്ലാവർക്കും കൂടുതലാണ്. അപ്പോൾ പിന്നെ മാവ് വാങ്ങിക്കുക, ഉണ്ടാക്കുക, പരിപാടി കഴിഞ്ഞു. അത്ര തന്നെ. നമ്മുടെ ചായ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ചായപ്പൊടി ഇട്ടോ പഞ്ചസാര ഇട്ടോ ചായ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പരിപാടി നമ്മൾ ചട്നി സെറ്റാക്കി എടുക്കലാണ്. അതിനുവേണ്ടി ഞാൻ തേങ്ങ ചിരവി എടുക്കുകയാണേ. തേങ്ങ തീരെ വിളഞ്ഞതല്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ വിളവ് കാരണം ആ വിളയാത്ത തേങ്ങ ഞാൻ മുക്കാലും തിന്ന് തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വിളയാത്ത തേങ്ങ ആയതുകൊണ്ട് കുറച്ചൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. നമ്മളുടെ ഒരു ഇളനീൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിലായിരുന്നു അതുണ്ടായിരുന്നത്. അപ്പോഴേക്ക് ഇതാ നമ്മളെ മനസ്സാർ എണീറ്റ് വന്നിട്ടുണ്ട്. കുളിക്കാൻ വേണ്ടി പോവാണ്. അവൻ എണീറ്റ് പല്ല് തേച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കുളിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ഹെയർ കോംബർ, ഹെയർ ഓയിൽ ചെയ്യുന്ന ഹെയർ കോംബർ കേട്ടോ. ഇത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക, ബെനിഫിറ്റ് കൂടും. നമ്മളെ തലയോട്ടിലേക്ക് ഡയറക്റ്റായിട്ട് എന്തായാലും എണ്ണ എത്തിയിട്ടുണ്ടാവുമെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനെ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈ ബോട്ടിലിന് ജസ്റ്റ് 30 രൂപ എങ്ങാനേ വരുന്നുള്ളൂ. ഇങ്ങനെ ഇത് വാങ്ങി യൂസ് ആക്കിയാൽ വളരെ നല്ലതാണ്. ഞാനിതാ ചട്നിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ അരച്ചെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. കുറച്ച് എരിവും പുളിയും അങ്ങനെ ആയിട്ടുള്ളൊരു ചട്നിയാണ് ഞാൻ ഉണ്ടാക്കാറ്. അതിന് വേണ്ടിയിട്ട് ഞാൻ തൈരും കൂടെ ചേർക്കാറുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ തേങ്ങ. ഞാൻ തിന്നതിൻ്റെ ബാക്കി വെച്ചിട്ടാണ് ഈ ചട്നി ഉണ്ടാക്കി എടുക്കുന്നത്. വിളയാത്ത തേങ്ങ ആയതുകൊണ്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു. പിന്നെ ഞാൻ എന്നെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്ത് വെച്ചതുകൊണ്ടാണ് ഇത്രയെങ്കിലും തേങ്ങ കിട്ടിയത്. പക്ഷേ ഇത് തികഞ്ഞു കേട്ടോ. ഞങ്ങൾ ഈവനിങ് ആയപ്പോഴും ഒന്നും കൂടെ ദോശയും ചട്നിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ബാക്കിയുണ്ടായിരുന്നു ചട്നി. അത്രയൊക്കെ മതി. ഞങ്ങൾ 3 ആളല്ലേ ഉള്ളൂ. പിന്നെ കുട്ടികൾ കഴിക്കുന്നതിനൊരു ലിമിറ്റ് ഉണ്ടല്ലോ. ഇനി നമ്മളെ മാവെടുത്തുകൊണ്ട് പോയി ദോശയൊക്കെ ഉണ്ടാക്കാം. ഇന്നിനിയിപ്പം നമുക്ക് എന്താ ലഞ്ചൊന്നും ഉണ്ടാക്കണ്ട. ഇപ്പം എക്സാം ടൈം ആയതുകൊണ്ട് അവർക്ക് ലഞ്ച് ടൈം ഇല്ലല്ലോ. ഉച്ചയ്ക്ക് 12:15 ആകുമ്പോഴേക്ക് എക്സാം കഴിയും. അവരപ്പോഴേക്ക് ഇവിടേക്ക് ഒരു 1:15 ആകുമ്പോഴേക്ക് വീട്ടിലെത്തുകയും ചെയ്യും കേട്ടോ. ഞാനത് ദോശേൻ്റെ ഫ്രൈ പാൻ ചൂടാകുമ്പോഴേക്ക് ഇവിടെ ചട്നീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ വലിയ പണിയൊന്നുമില്ലല്ലോ. നമ്മൾ അരച്ച് വെച്ച ആ അരപ്പ് അതിലേക്ക് ചേർക്കുക. വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. പിന്നെ തൈര്, ഉപ്പ് ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ നമ്മൾ ചട്നി സെറ്റായി. കുറച്ച് തൈര് ഒഴിക്കാവൂ കേട്ടോ. ഒരുപാട് പുളിയാക്കി കഴിഞ്ഞാൽ നമ്മളുടെ ദോശയും പുളി തന്നെയാണല്ലോ. അപ്പോൾ എല്ലാം കൂടെ പുളിയായിട്ട് നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് തോന്നില്ല. ജസ്റ്റ് 1 സ്പൂണ് മാത്രമേ ചേർക്കാവൂ. ഇനി നമ്മുടെ ദോശ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. പിന്നെ ദോശ ഇങ്ങനെ സെറ്റായി വന്നപ്പോഴാണ് കേട്ടോ ഞാൻ ഓർക്കണേ, മറ്റേ RKG നെയ്യ് ഞാൻ ഒഴിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ ഓടിപ്പോയി RKG നെയ്യ് എടുത്തിട്ട് വന്നു. ഇത് ഫ്രിഡ്ജിൽ വെച്ചതായതുകൊണ്ട് കട്ട പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ സാധാരണ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഉരുക്കിയിട്ടാണ് യൂസ് ആക്കൽ കേട്ടോ. ഈ RKG നെയ്യ് ഒഴിച്ചിട്ടുള്ള ദോശയാണ് എനിക്കിഷ്ടം. എനിക്ക് ഇത് ഒരു ശീലമായി തുടങ്ങിയപ്പോഴാണെന്ന് വെച്ചാൽ ഞാൻ ഈ ട്യൂമറിൻ്റെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂർ സായിബാബ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയുള്ള ദോശ ഇങ്ങനെ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഒരു ടൈമിൽ ഒരു 4 ദോശ 5 ദോശയൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു. ഒരു 3-4 ദിവസം അവിടെ നിന്നിട്ടുള്ള ചെക്കപ്പും കാര്യമൊക്കെ ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അപ്പം എല്ലാ ദിവസവും ഞാൻ ഈവനിങ് പുറത്ത് പോകുമ്പം ദോശ കഴിക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഇതിന് ഇത്ര ടേസ്റ്റ് എന്ന് എൻ്റെ ഉമ്മേൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡ് കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആപ്പനോട് ഞാൻ ചോദിച്ചത് എന്താ ഇത്ര ടേസ്റ്റ് എന്ന് ചോദിച്ചപ്പം ആപ്പ ഷെഫാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു അതിൽ നന്നായിട്ട് അവർ RKG നെയ്യ് ഒഴിക്കും, അതിൻ്റെ ടേസ്റ്റാണെന്ന് പറഞ്ഞു. അപ്പം തൊട്ട് ഞാനും ട്രൈ ചെയ്ത് നോക്കാൻ തുടങ്ങി. അപ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഈ RKG നെയ്യ് ഇട്ടിട്ടുള്ള ദോശയും ഇടാണ്ട് ഉണ്ടാക്കുന്ന ദോശയും
അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് ചുട്ടെടുത്തിട്ട് കുറച്ച് ചൂട് കുറഞ്ഞിട്ടാണ് ഞാൻ കാസറോളിലേക്ക് വെക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് അവർ തമ്മിൽ വിട്ടുപിരിയാത്തൊരു ബന്ധമൊക്കെ ആയിപ്പോൾ. അതുകൊണ്ട് ഇതിന്ന് കിടന്നിട്ട് കുറച്ച് ചൂട് കുറഞ്ഞിട്ടേ ഞാൻ മാറ്റുന്നുള്ളൂ കേട്ടോ. അപ്പോഴേക്ക് ദിനസാറും മനസാറും റെഡിയായി വന്നിട്ടുണ്ട്. അവൻ ഈ കോട്ടിൻ്റെ ബട്ടൺസ് ഇടാൻ നല്ല ബുദ്ധിമുട്ടാണ്, അതിനുള്ള ആരോഗ്യം ഇല്ല എന്ന് പറയാം. അത് കുറച്ച് വലിയ ബട്ടൺസാണ്, പക്ഷെ അതിനകത്തോട്ട് കയറാനൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനാണ് അത് എപ്പോഴും ഇട്ട് കൊടുക്കാറ്. അപ്പോൾ ഞാൻ മുടി വാരാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെറുതായിട്ടൊരു അടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്ക് ഞാൻ ക്യാമറ എടുത്ത് വന്നപ്പോഴേക്ക് രണ്ടാളും ഡീസൻ്റായി മുടിയൊക്കെ ചീകിയിട്ട് പോവാൻ കേട്ടോ. അതാ ഈ ചീപ്പ് കൊടുത്ത് കൊണ്ടുപോകുന്ന ആളാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. വലിയ ആശാന് വലിയ പ്രശ്നമൊന്നുമില്ല, കുറേ സാക്രിഫൈസ് ചെയ്യും കേട്ടോ. കുറേ സാക്രിഫൈസ് ചെയ്ത് അവനായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവലാണ്. ഞാനെപ്പോഴും കാണാറുണ്ട്, പക്ഷെ കണ്ടാലും കാണാത്ത പോലെ ഇങ്ങനെ നിൽക്കലാണ്. രണ്ടാളെ ഇടയിൽ ഇടപെട്ട് ഒരാൾക്ക് വേണ്ടി മാത്രം സംസാരിച്ച പ്രശ്നമാണല്ലോ, അവർക്ക് വിഷമാവില്ല ആർക്കെങ്കിലും ഒരാൾക്ക്. അത് വിചാരിച്ച് ഞാൻ അതിൽ ഇടപെടാറില്ല, അവരെന്നെ തീർക്കട്ടെ എന്ന് പല വഴക്കുകളും ഞാൻ അങ്ങനെ ചിന്തിക്കാറുള്ളൂ. പിന്നെ ഞാനിതാ സ്നാക്സിന് ഇന്ന് ക്രീം ബണ്ണാണ് കൊടുത്തയക്കുന്നത്. ഇവർക്കിപ്പം എക്സാം ടൈം ആയതുകൊണ്ട് ജസ്റ്റ് ഒരു സ്നാക്സ് ടൈം മാത്രമേ ഉള്ളൂ, ലഞ്ച് ടൈം ഇല്ലല്ലോ. ലഞ്ച് ടൈം ആകുമ്പോഴേക്കും അവർ വീട്ടിലേക്ക് എത്തും. ഈ ക്രീം ബണ്ണൊന്നും കൊടുത്തു വിടാൻ പറ്റില്ല. പിന്നെ എനിക്ക് ഇപ്പോൾ വേറെ നിവർത്തിയില്ല. പിന്നെ ക്രീം ബണ്ണ് അവരായിട്ട് പറഞ്ഞാണ് കേട്ടോ സ്നാക്സിന് കൊണ്ടുപോകാൻ വേണം എന്നുള്ളത്. സ്കൂളിൽ ഇത് അലൗഡൊന്നുമില്ല കേട്ടോ, അവരാരും കാണാണ്ട് എടുത്ത് കഴിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള ബാഗ് സെറ്റാക്കി ഇനി അങ്ങോട്ടേക്ക് പോവാണ്. അവരിപ്പോൾ മദ്രസയിലേക്ക് പോയിട്ടുണ്ട്. ഇനി മദ്രസ വിടുന്ന ഒരു സമയമാകുമ്പോഴേക്ക് എനിക്ക് അവിടേക്ക് എത്തണം. ഞാനിതാ ഒരു പർദ്ദയൊക്കെ ഇട്ട് മൊഞ്ചായിട്ട് ഇനി ബാഗുമായിട്ട് പോവാണ് കേട്ടോ. രണ്ടാളുടെയും ബാഗ് ഇന്ന് നല്ല വെയിറ്റ് കുറവാണ്. സാധാരണ എനിക്കിത് പൊങ്ങാറില്ല കേട്ടോ. എനിക്ക് എൻ്റെ ഷോൾഡറിൽ ചെറിയൊരു പെയിന് പോലെ ഉണ്ട്, കാരണം നല്ല വെയിറ്റ് ഉള്ളതാണ്. ടിഫിനും കൂടെ ഉണ്ടാകുന്ന സമയത്ത് ഇതും വെച്ച് ഞാൻ മദ്രസ വരെ നടന്നു പോകുന്നൊരവസ്ഥ ഭയങ്കര ദുഷ്കരമാണ്. പക്ഷേ നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ ഓരോ അമ്മമാരും ഓരോ ത്യാഗങ്ങൾ സഹിക്കുന്നുണ്ടാവും. ഇതൊന്നും ത്യാഗം എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ചെറിയൊരു ബുദ്ധിമുട്ട്. ആ ബുദ്ധിമുട്ടിനൊരു സുഖം ഉണ്ടല്ലോ അല്ലേ. ഞാനിപ്പോൾ മദ്രസയിലെത്തി, ഇനി അവർക്ക് ബാഗ് കൊടുക്കാൻ പോവാണ്. ബാഗ് കൊടുത്തിട്ട് അവരെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകും. മുടി നേരാക്കാം കാക്കാടെ. സ്നാക്സ് വെച്ചിക്കണ്. രണ്ടാളൊപ്പരം വരണം കേട്ടോ. മുടി നേരാക്ക് മനു, മുടി നേരാക്ക് നല്ലോണം നേരാക്ക് മനു. ഇവിടെയൊക്കെ ഇവിടെ കാക്കണം നല്ലോണം. ശരി ടാറ്റാ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വിശേഷങ്ങളായി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.